പറഞ്ഞതിൻ്റെ അടുത്ത് പോലും വന്നില്ല എന്ന് മാത്രമല്ല വലിയൊരു ദയനീയ പരാജയമാണുള്ളത്. അതിൻ്റെ പരാജയത്തിന് പ്രധാന കാരണം തന്നെ അവരുടെ ഭരണം തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ഭരണമാറ്റം ഇവിടെ അനിവാര്യമാണ് എന്ന് ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു. കാരണം അവർ തന്നെ ഉള്ളിലുള്ള അഭിപ്രായ ഭിന്നതയും തമ്മിലടിയും എത്രയോ ശക്തമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് ഒരു വരെ പോവും. കാരണം പാർട്ടി തന്നെ ഒരു പാർട്ടിയിലല്ല, അതായത് പാർട്ടി കോൺഗ്രസ് പാർട്ടി. കാരണം അതിനകത്ത് തന്നെ വലിയ ഗ്രൂപ്പിസം ഒന്നിച്ച് കൊണ്ടുപോകാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെ ഭരണം നല്ല നിലയിൽ പ്രവർത്തിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല, തമ്മിലടിയായിരുന്നു. അപ്പോൾ ഈ രാജ്യത്ത് ഒരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹം സത്യസന്ധമായിട്ട് ജനങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ BDJS-നായാലും NDA-ക്കായാലും ഇത്രയും അധികം എങ്ങനെ കിട്ടി? ഒരു മാറ്റം ഉണ്ടാകണമെന്ന് വന്നപ്പോഴത്തേക്ക് അവരോട് ചേരാൻ ഇപ്പോൾ ചേർന്നതിൽ തന്നെ 20,000 വോട്ട് കിട്ടിയില്ലേ, വേറെ 30,000 വോട്ട് കിട്ടിയ സ്ഥലങ്ങളുമുണ്ട്. അതുപോലെ ഇവിടെ BJP NDA ഇവിടെ താമര വിരിയല എന്ന് പറഞ്ഞ പാട്ട് താമര ഇവിടെ വിരിഞ്ഞു. അതുമാത്രമല്ല 86 വോട്ടിനൊറ്റൊക്കെയാണ് ഒരാൾ തോറ്റത്, സുരേന്ദ്രൻ. അങ്ങനെ ചെറിയ വോട്ടിനൊക്കെ തോക്കുകവരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയസാധ്യത അടുത്ത് വന്നു, താമര വിരിയല എന്ന് പറഞ്ഞ പാട്ട് വിരിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നാമത്തെ മുന്നണി ഇവിടെ സാധ്യമായി വന്നു. മാത്രമല്ല BDJS ആകും